അന്യനാട്ടിൽ നിന്നും തൊഴിൽ തേടി കേരളത്തിലെത്തിയവരാണ് ബംഗാളികൾ. എന്നാൽ ബംഗാളികളെ ഇപ്പോൾ തൊഴിലെടുക്കുവാൻ മാത്രമല്ല മലയാളികൾ ഉപയോഗിക്കുന്നത്. ആളില്ലാത്ത സമരങ്ങളിൽ സമരരംഗത്തിറക്കുവാനും ബംഗാളികളെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസ് പടിക്കൽ നടന്ന ചെറുകിട സ്ഥല ഉടമകളുടെ ധർണയിലാണ് ബംഗാളികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായത്. 10ഓളം ബംഗാളി തൊഴിലാളികളെയാണ് സമരക്കാർ ആളില്ലാതെ വന്നതിനെ തുടർന്ന് സമരരംഗത്തിറക്കിയത്. മലയാളം എട്ടും പൊട്ടും തിരിയാത്ത ബംഗാളികളുടെ കയ്യിൽ ഓരോ ഫ്ലക്കാർഡും ഏൽപ്പിച്ചു നൽകി സമരക്കാർ. അതുകൊണ്ട് തന്നെ ആദ്യമൊന്ന് നോക്കുന്നവർക്ക് അത്ര പെട്ടെന്ന് ഇത് ബംഗാളികളാണെന്ന് മനസ്സിലാവുകയുമില്ല. ഹിന്ദി പോലും നേരെ ചൊവ്വേ അറിയാത്ത ബംഗാളികൾക്ക് തങ്ങൾ എന്തു വാചകം എഴുതിയ ഫ്ലക്കാറാണ് കയ്യിൽ ഏന്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. 400 രൂപ കിട്ടിയപ്പോൾ മറ്റു ജോലികൾക്ക് വിട നൽകി വന്നതാണ് ഈ പാവം അന്യസംസ്ഥാന തൊഴിലാളികൾ. കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ മാത്യു ഉറക്കലും ചീഫ് പി.സി. ജോർജും പങ്കെടുത്ത സമരത്തിലായിരുന്നു ബംഗാളികളുടെ ഈ സാന്നിധ്യം. സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ ബംഗാളികളുടെ സാന്നിധ്യം ജോർജിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒടുവിൽ പ്രസംഗം അവസാനിച്ചപ്പോൾ ജോർജിന്റെ വക മലയാളത്തിൽ ബംഗാളികളുടെ ഒരു ചോദ്യവും ദാ ഇങ്ങനെ: പ്ലാക്കാർഡ് പിടിച്ചിരിക്കുന്നതെല്ലാം ബംഗാളികളാണ്. നീ ബംഗാളിയാണോ? ബംഗാളിയാണോ? ബംഗാളികൾക്ക് തൊഴിലില്ലാത്തതുകൊണ്ടാണ് പോക്കുവരയാണെന്നില്ല, അവർക്കുണ്ട് വസ്തു. ഓക്കെ അതുകൊണ്ടാണ് ഞാനോർത്തി ബംഗാളികളെ കൊണ്ട് പിടിപ്പിച്ചത് പരാതി വേണ്ട. പാവം ബംഗാളികൾക്ക് മനസ്സിലായില്ല ഈ ഏമാൻ വലിയ ആളാണെന്ന്. മലയാളം അറിയാത്തത് കൊണ്ട് എന്താണ് ജോർജ് ചോദിച്ചതെന്ന് ഇവർക്കും പിടികിട്ടിയില്ല. ബംഗാളികളുടെ സാന്നിധ്യം ജോർജിന്റെ പ്രസംഗത്തിലൂടെ മറ്റുള്ളവർ കൂടി അറിഞ്ഞതോടെ നാണംകെട്ട സംഘാടകർ സമരത്തിൽ നിന്നും പൊടുന്നനെ ഇവരെ പിൻവലിക്കുകയായിരുന്നു. എന്തായാലും തങ്ങളുടെ ഒരു ദിവസത്തെ കൂലിയായ 400 രൂപയും വാങ്ങിയാണ് ഇവർ സ്ഥലം കാലിയാക്കിയത്. ദൃശ്യ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.